ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ പുതിയ കിച്ചണിലേക്ക് ഞാൻ വാങ്ങിയ കുറച്ച് ഐറ്റംസുമായിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടുനോക്കുക. വീഡിയോയിലേക്ക് ഇപ്പോൾ മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണം പ്രസ് ചെയ്യാം. അപ്പോൾ ഇല്ലേ ഞാൻ വാങ്ങിയ ഐറ്റംസ് എല്ലാം വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഞാനിതെല്ലാം ഓപ്പൺ ആക്കിയിട്ടും കൂടി കാണിക്കാം. നെസ്തീഷ്യ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇവരെ പാക്കിങ് പറയാതിരിക്കാൻ വയ്യ. എല്ലാം നല്ല സേഫായിട്ട് അടിപൊളിയായിട്ടാണ് ഇവർ പാക്ക് ചെയ്തിട്ടുള്ളത്. ഓരോന്നും നോക്കിയാൽ മനസ്സിലാവും. ആദ്യത്തെ പ്രോഡക്റ്റ് റൗണ്ട് വോവൺ പ്ലേസ്മാറ്റ് ആണ് കേട്ടോ. ഇതിപ്പില്ലേ നമുക്ക് ടേബിളിൻ്റെ സെൻറ്റർ പീസായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലവർ ബൗളെല്ലാം ഉണ്ടാവില്ല അതിൻ്റെ കീഴിലായിട്ട്, അതുപോലെ തന്നെ പ്ലേറ്റിൻ്റെ എല്ലാം താഴ്ഭാഗത്തായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ട് തോന്നും. പിന്നെ ഇത് വരുന്നതിൽ 3 സ്റ്റോറേജ് ബാസ്ക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ യൂസേജും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇതിൽ എനിക്ക് കുറേ നാളായി ഞാൻ നോക്കി നടക്കുന്നത്. അങ്ങനെ കിട്ടിയൊരു ഐറ്റമാണ്. ഇതിൻ്റെ കൂടെ തന്നെ ലിഡും കൂടി വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയിലേക്ക് കാണാൻ വേണ്ടിക്ക് നമുക്കിപ്പം കിച്ചണിലായാലും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വാർഡ്രോബിലായാലും ഷെൽഫിൽ കൗണ്ടർ ടോപ്പിൽ എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിപ്പം ക്ലോത്ത്സ്, അതുപോലെ തന്നെ ടോയ്, ബുക്സ്, കിച്ചൺ എസെൻഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവില്ലേ, ബാത്റൂം ആക്സസറീസ് ഉണ്ടാവില്ലേ, അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പം വാർഡ്രോബിലായാലും ഷെൽഫിലായാലും കൗണ്ടർ ടോപ്പിലായാലും പിന്നെ നമുക്കിപ്പം ബെഡിൻ്റെ അടിയിലെല്ലാം സ്റ്റോറേജ് ബോക്സ് ആയിട്ട് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാൻ പറ്റും. അപ്പം ഞാനിത് കുറേ ആയി ഇതിൻ്റെ വലിയ പീസ് തന്നെ വേണോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കിയേക്കുന്നത്. അങ്ങനെ വാങ്ങിയതാണത്. ഇനിയിപ്പം അടുത്ത ഐറ്റം കാണിക്കാം. ഇതൊരു ബൗളാണ്. നെസ്തീഷ്യൻ്റെ പ്രൊഡക്റ്റിലെ ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെയല്ലേ ഹോം ഡെക്കോർ, സ്റ്റൈലിഷ് കുക്ക്വെയർ സെറ്റ് എല്ലാം നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്രാൻഡ് അടിപൊളിയാണ് കേട്ടോ. ഞാൻ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതൊരു ബൗളാണ്. നമുക്കിപ്പോൾ സൂപ്പ് അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്താ പറയുക നൂഡിൽസും കാര്യങ്ങളും കൊടുക്കാൻ, വലിയവർക്കായാലും നമുക്ക് എന്തെങ്കിലും ഐറ്റംസ് പൊള്ളൂലേ, അധികം നമ്മൾ സൂപ്പ് കാര്യങ്ങളെല്ലാം പിടിക്കുമ്പം ഹാൻഡിലില്ലെങ്കിൽ പൊള്ളൂലേ. അപ്പം ഇങ്ങനെ ഹാൻഡിലോടുകൂടി വരുന്നതാവുമ്പില്ലേ നല്ല അടിപൊളിയായിരിക്കും, നല്ല ഈസി ആയിരിക്കും, നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിക്ക്. ഇതിൻ്റെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. എനിക്ക് ഈ ഒരു കളർ ഇഷ്ടമായതുകൊണ്ട് ഞാനിതെടുത്ത്. ഇനിയിപ്പോൾ ഇതാ അടുത്തത് കാണിക്കാം. ഇങ്ങനെ പാത്രങ്ങളും കാര്യങ്ങളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് എൻ്റെ വ്യൂവേഴ്സിൽ എല്ലാവരും. എന്നോട് ചോദിക്കലുണ്ട് എവിടെ നിന്നാണ് പാത്രങ്ങൾ വാങ്ങിയെന്നെല്ലാം. അപ്പം ഇല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നത്. ഇതൊരു കുക്കിംഗ് പോട്ടാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഉമ്മക്ക് വേണ്ടിക്ക് വാങ്ങിയതാണ്, എനിക്ക് വേണ്ടിക്ക് വാങ്ങിയതല്ല. നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിക്ക്. ഇതിൽ എന്താ പറയുക നല്ല ഹൈ ക്വാളിറ്റി സെറാമിക്കാണ്. കറി, സൂപ്പ്, പായസം അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാവില്ലേ, കസ്റ്റേർഡ് എല്ലാം സെർവ് ചെയ്യാൻ അടിപൊളിയായിട്ട് തോന്നും. ഇനിയിപ്പില്ലേ ഞാൻ നിങ്ങൾക്ക് ആ ഒരു സ്റ്റോറേജ് ബോക്സിൽ ഞാൻ എന്തെല്ലാം ഐറ്റംസാണ് ഇട്ട് കൊടുക്കുന്നതെന്നും കൂടി കാണിക്കാം. ഞാനില്ലേ കിച്ചണിലേക്ക് വരുമ്പം എന്നോട് അധികം പറയുന്ന പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡീസ് അധികം പറയുന്നതാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ, ഖുർആൻ ഓതാൻ അങ്ങനെയൊന്നും ടൈം കിട്ടലില്ല, വീട്ടിലത്തെ പണി തീർന്നിട്ട് വേണ്ടേന്ന്. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പണികളുണ്ടെങ്കിൽ ഇപ്പം വീഡിയോ ഷൂട്ടിംഗ് ആയിക്കോട്ടെ, ഫുഡ് ഉണ്ടാക്കുന്നതായിക്കോട്ടെ, അങ്ങനെ എന്ത് വീട് ക്ലീനിങ് കാര്യങ്ങൾ എല്ലാം ആണെന്നുണ്ടെങ്കിലും ഞാൻ ആദ്യം ഫോണിലോ TV-യിലോ ഖുർആൻ വെക്കും. എന്നിട്ട് അത് കേട്ടിട്ട് ഓതും. അപ്പം അന്നത്തെ ദിവസം എനിക്ക് എന്തെല്ലാം സൂറത്ത് ഓതാനുണ്ടോ അതെല്ലാം ഞാൻ അങ്ങനെയാണ് കേട്ടോ അതിൽ. പിന്നെ നമുക്ക് ടൈം കൂടുതലും മാനേജ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് സ്ത്രീകൾക്കും മൾട്ടി ടാസ്ക് ചെയ്യാനുള്ള കഴിവ് ഉണ്ട് പുരുഷന്മാരെ അപേക്ഷിച്ചിട്ട്. എല്ലാ ഭാഗത്തും ഒരേ സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടല്ലേ നമ്മളെ ഉമ്മമാരാക്കിയേ അങ്ങനെ. ഇനിയിപ്പം ഇത് ഓരോന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പായസം, കറികൾ, സൂപ്പ്, കസ്റ്റേർഡ്, പുഡിംഗ് ഐറ്റംസ് എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് സെർവ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൗളാണ്. പിന്നെന്താ ഇത് ഗ്ലാസ് കുക്കിംഗ് പോട്ടാണ്. നമുക്ക് സ്റ്റൈലിഷ് ആയിട്ട് സെർവ് ചെയ്യാനും
എല്ലാത്തിനും. ഇപ്പോൾ കുട്ടികളുടെ ഫുഡ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കണമെന്നെല്ലാം ആഗ്രഹിക്കുന്ന പാരൻസ് ആണെങ്കിൽ അതൊന്ന് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അവരെ ഫുഡ് മാത്രം അതിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. ബേബി ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടീ പോട്ടാണ്. നമുക്ക് ഫ്ലവർ ടീ എല്ലാം നല്ല അടിപൊളിയായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് രണ്ടും ഡെക്കോർ ഐറ്റമാണ്. എനിപ്പില്ലേ ഞാൻ വാങ്ങിയ അടുത്ത ഐറ്റം കാണിക്കാം. ഇതൊരു ചായ ഗ്ലാസ്സാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിയ ഒരു ഐറ്റമാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിക്ക്. ഞാൻ അധികമില്ലേ പുറത്തുനിന്നെല്ലാം ചായ കുടിക്കുമ്പം നമ്മളിപ്പം MRIയിൽ അവിടെ ഇവിടെ എല്ലാം പോയിട്ട് ചായ കുടിക്കൂലേ, അന്നേരം വിചാരിക്കും ഇത്രയുള്ള ഗ്ലാസ്സിൽ ചായ മതിയെന്ന്. കാര്യം നമ്മളെ വീട്ടിലെല്ലാം ഒരു കപ്പിൽ കുറേ ചായ ഒഴിക്കൊണ്ട് പേറി ചായ കുടിച്ചിട്ട് ബാക്കി മറിക്കും. പൊതുവെ അങ്ങനെയാണ്. അപ്പോൾ അധികം പറയലാന്ന് ചായ കുറച്ചുണ്ടാക്കി അത് ബാക്കിയുള്ളതെല്ലാം മറിക്കുക എന്നെല്ലാം പറയും. പക്ഷെ ഇങ്ങനത്തെ ഒരു ചായ ഗ്ലാസ് ഉണ്ടെങ്കിലേ കറക്റ്റ് അളവായിരിക്കും. എല്ലാവരും ചായ ഫുള്ളായിട്ട് കുടിക്കുകയും ചെയ്യും. ചായക്ക് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. നമുക്കിപ്പം ഗസ്റ്റിനെല്ലാം സെർവ് ചെയ്യാനും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചായ എല്ലാം ഉണ്ടാക്കാനും അടിപൊളിയായിട്ട് സെർവ് ചെയ്യാനും പറ്റിയിട്ടില്ലേ. അപ്പം ഇല്ലേ ഇവർ ഓരോ പ്രൊഡക്റ്റും അത്രയും ക്യൂട്ടാണ്, അത്രയും അടിപൊളിയാണ്. ഇനിയിപ്പം ഞാനൊരു ചായയും കൂടി വെക്കലാണ്. ഇത് ഞാൻ നേരത്തെ കാണിച്ച ഗ്ലാസ് പോട്ടാണ്. നമുക്ക് കുക്ക് ചെയ്യാൻ സ്റ്റൗ ടോപ്പിൽ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെള്ളവും കാര്യങ്ങളും എല്ലാം ഒഴിച്ചിട്ട് ഒരു ചായയും കൂടി കൂട്ടിയിട്ട് ആ ഗ്ലാസ്സിൽ ഒഴിക്കുന്നതും കൂടി ഞാൻ കാണിക്കാം കേട്ടോ. ഇതിലില്ലേ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതാ ഞാൻ ഒരു ഗ്ലാസ് വെള്ളവും ഒരു ഗ്ലാസ് പാലും എന്ന അളവിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇല്ലേ നമുക്കത്ര സ്ട്രോങ് ഒന്നും വേണ്ട, അതുകൊണ്ടാണ് ഞാൻ അധികം സ്ട്രോങ് ആയിട്ടുള്ള ചായ ഒന്നും കൂട്ടാത്ത. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ പാല് തിളച്ച് വന്നേരം ചായപ്പൊടി ഇട്ട് കൊടുക്കലാണ്. ഇത്ര ചായ കൂടി നമുക്ക് വേണ്ട കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതും അധികമാണ്. ഒരു ചായ ഗ്ലാസിൻ്റെ കറക്റ്റ് അളവിൽ നമുക്ക് 4 ആക്കും. മുഹമ്മദ് ചായ കുടിക്കൂല, അപ്പോൾ നമുക്ക് 4 ആക്കും. ചായ കുടിക്കൂല എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും കഴിക്കുമെന്നല്ല, ഓനിക്ക് പൊതുവേ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇഷ്ടം കുറവാണ്. പിന്നെ ഇപ്പില്ലേ ഐസ്ഡ് കോഫിയില്ലേ അതും കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബബിൾ ടീൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ബബിൾ കോഫിയില്ലേ അതിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓനിപ്പം കുടിക്കലുണ്ട്. ഇൻഷാല്ല അതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്യാം കേട്ടോ. ഇതാ നമുക്ക് 4 ആക്കും. എനിക്കും മൈസാക്കും മൻഹാക്കും നിക്കാക്കും ഇത് കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിലും വാങ്ങിക്കോ. അടിപൊളിയിലേക്ക് കാണാൻ വേണ്ടിക്ക് നല്ല ചൂട് ചായ ഒഴിച്ചിട്ട് കൊണ്ടുപോകാൻ നമുക്ക് എവിടെയെങ്കിലും പുറത്ത് പോയിട്ടെല്ലാം കുടിക്കണമെന്നുണ്ടെങ്കിലും മുറ്റത്തെല്ലാം പോയിട്ട് കുടിക്കണമെന്നുണ്ടെങ്കിലും എല്ലാം പിടിക്കാനുള്ള ഒരു ഹാൻഡിലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഞാനില്ലേ ന്യൂഡിൽസ് ഉണ്ടാക്കിയിട്ട് കാണിക്കാം കേട്ടോ. ഞാൻ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ച് വെജീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ച നേരം അതിൽ സ്പൈസസും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കലാണ്. ഇനിയിപ്പോൾ ന്യൂഡിൽസും കൂടി ഇട്ട് കൊടുത്തിട്ട് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ഐറ്റംസും പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പോട്ടാണിത്. നമുക്ക് കാണാനും അടിപൊളിയല്ലേ. ഇതുമാത്രമല്ല കേട്ടോ, ഒരുപാട് ടൈപ്പിൽ ഗ്ലാസ് പോട്ട് ഇവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പം ഞാൻ വാങ്ങിയത് നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത് മാത്രം. ഞാനില്ലേ പാപ്രിക്ക പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മിക്സാക്കി നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പോട്ട് അടിപൊളിയാണ്. എന്നോട് അധികം ഗ്ലാസ് പോട്ടും കാര്യങ്ങളും ഞാൻ കാണിക്കുമ്പം എന്നോട് ചോദിക്കലുണ്ട് ഇവിടെ നിന്നാ വാങ്ങലേന്ന്. ഇവിടെ നിന്ന് നിങ്ങൾ വാങ്ങിക്കോ, നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ലോ ഫ്ലെയിമിൽ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്കിത് മൈക്രോവേവ് യൂസ് ചെയ്യാം. പിന്നെന്താ സ്റ്റൈലിഷായിട്ട് സെർവ് ചെയ്യാനും പറ്റും. ഈ ഒരു ബൗൾ കണ്ടില്ലേ, ഹാൻഡിൽ ഉണ്ടായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ സേഫാണ്. ഇനിയിപ്പോൾ ഞാൻ റോസ് ടീ ഉണ്ടാക്കലാണ് കേട്ടോ. കുറച്ച് റോസ് പെറ്റൽസ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതുണ്ടല്ലേ, നമുക്ക് ഏത് ഫ്ലവർ ടീയും ഇതിലുണ്ടാക്കാം. ഗ്രീൻ ടീ ഉണ്ടാക്കാം, നമ്മളെ എന്താ പറയുക ബ്ലാക്ക് ടീ, കട്ടൻ ചായ, കട്ടൻ കോഫി, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇതിൽ സെർവ് ചെയ്യുമ്പം നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇതുണ്ടല്ലേ, നല്ല ഭംഗിയിലേക്ക് കാണാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പായസം, കറി, അതുപോലെ പുഡിങ് ഐറ്റംസ് എല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക അടിപൊളി പാത്രമാണ്. പിന്നെന്താ നല്ല ഭംഗിയിലേക്ക് കാണാൻ വേണ്ടിക്ക്. മുഹമ്മദിൻ്റെ നൂഡിൽസും ആയി, എനിക്കതെല്ലാം കൊടുത്തിട്ടുണ്ട്. എനിപ്പില്ലേ ഞാൻ ആ സ്റ്റോറേജ് ബോക്സിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലേ, അതിൽ ഞാൻ കുറച്ച് ഐറ്റംസ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കലാണ്. അതും കൂടി ഷെയർ ആക്കാം കേട്ടോ.
പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കിച്ചണിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് ബെഡ്റൂമിലോ കുട്ടികളുടെ ബുക്സ്, ടോയ് കാര്യങ്ങൾ എല്ലാം വെക്കാൻ ഉപയോഗിക്കാൻ പറ്റും. നല്ല ഭംഗിയാണ്. നമുക്കിപ്പോൾ നമ്മളെ കിച്ചണെല്ലാം ഒന്ന് സ്റ്റൈലിഷ് ആയിട്ട് കൗണ്ടർ ടോപ്പെല്ലാം അടിപൊളിയാക്കിയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം നിങ്ങൾ വാങ്ങിക്കോ. നമുക്കിപ്പം ഈ തുണികളും കാര്യങ്ങളും മടക്കി വെക്കാനായാലും അതുപോലെ തന്നെ സ്നാക്സ് കാര്യങ്ങൾ, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് ഐറ്റംസ് വെക്കാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ കബോർഡിൽ നമ്മളെ വാർഡ്രോബിലും ഷെൽഫിലും കൗണ്ടർ ടോപ്പിലും എല്ലാം അടിപൊളിയായിട്ട് സാധനങ്ങൾ അറേഞ്ച് ചെയ്യാൻ പറ്റിയൊരു ബോക്സാണിത്. ഞാനിപ്പോൾ ഇല്ലേ കുറച്ച് ചോക്ലേറ്റാണ്, ഞാൻ പറഞ്ഞിട്ടില്ലേ മാക്സി എത്തിയിട്ടുണ്ടെന്ന്. മാഷാ അല്ലാ, നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്കും നന്ദിയുണ്ട് കേട്ടോ. കാര്യമില്ലേ, ഞാൻ ഇതുവരെ 4 വീഡിയോ ചെയ്തിട്ടുള്ളൂ മാക്സിൻ്റെ. ആ 4 വീഡിയോയിലെ മാക്സി മൊത്തത്തിൽ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മെസ്സേജിന് റിപ്ലൈ തരാത്ത കാരണം ദേഷ്യം പിടിക്കാനോ ചില കമൻറ്റിൽ വരുത്തുന്നുണ്ട്, എന്താ മെസ്സേജിന് റിപ്ലൈ തരാത്തതെന്നെല്ലാം പറഞ്ഞിട്ട്. ഇത് വിൽക്കാനുള്ള മാക്സി അല്ലേ എന്നെല്ലാം ചോദിച്ചിട്ട് ദേഷ്യം പിടിക്കലുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലില്ലേ, നമുക്കിങ്ങനെ ഫസ്റ്റ് മെസ്സേജ് വരുമ്പോൾ തന്നെ മാക്സി എല്ലാം സോൾഡ് ഔട്ടായി പോകും. അപ്പം ബാക്കിയുള്ള മെസ്സേജിന് നമ്മൾ റീപ്ലൈ കൊടുക്കൂല. അതുകൊണ്ടാണ് കേട്ടോ, സോറി. പിന്നെ എനിക്ക് പറയാനുള്ളത്, ചിലരെങ്കിലും കുറച്ച് പേരെങ്കിലും നാട്ടിലത്തെ മാക്സിയുമായിട്ട് ഗൾഫിലത്തെ മാക്സി കമ്പയർ ചെയ്യലുണ്ട്. പിന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന മാക്സിയാണ്, ദുബൈയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന മാക്സിയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പാർസൽ ചാർജ്, ടാക്സ്, സർവീസ് ചാർജ്, സ്റ്റാഫിൻ്റെ ചാർജ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആവും. അത് ഗൾഫിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന എന്ത് ഐറ്റംസിനും അങ്ങനെയായിരിക്കും. പക്ഷേ നാട്ടിലത്തെ തന്നെ നല്ല ക്വാളിറ്റിയിലെ മാക്സി നമ്മൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ 1000, 950, 1200 അങ്ങനെ ലാവലുണ്ട്, അത്രയും ക്വാളിറ്റി ഉള്ളത്. അപ്പം നമ്മൾ ആ ഒരു റേറ്റിനാണ് കേട്ടോ കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഗൾഫിൽ തന്നെ 2 ടൈപ്പിൽ മാക്സി വരുന്നുണ്ട്. നമുക്ക് 20 ദിർഹംസിന് മാക്സി കിട്ടും ഗൾഫിൽ. അതുപോലെ തന്നെ 35, 40, 45, 50 ദിർഹംസിന് മാക്സി ഉണ്ട്. അറബ്സെല്ലാം യൂസ് ചെയ്യുന്ന ക്വാളിറ്റിയുള്ള മാക്സി ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് റേറ്റും കൂടും, ക്വാളിറ്റി കുറയുന്നതിനനുസരിച്ച് റേറ്റ് കുറയും ചെയ്യും. അങ്ങനെ കേട്ടോ. എന്തായാലും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഐറ്റംസ് ആയതുകൊണ്ട് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് 750 ആണ്. 1500 രൂപ വരെയുള്ള മാക്സി അവൈലബിൾ ആണ്. അപ്പം നാട്ടിൽ കിട്ടുന്ന മാക്സി വെച്ചിട്ട് എന്തായാലും കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ. അങ്ങനെ ഇൻഷാ അല്ലാ നമ്മൾ അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. കൂലിപ്പണിയെല്ലാം ചെയ്ത് ജീവിക്കുന്ന, എനിക്കൊരു മെസ്സേജ് വന്നതിന് കൂലിപ്പണി എടുക്കുന്നതാണ്. അപ്പം നമുക്ക് പറ്റിയ മാക്സി എല്ലാം കിട്ടുമെന്ന് വെച്ചിട്ട് ഇൻഷാ അല്ലാ അങ്ങനത്തെ ടൈപ്പ് മാക്സിയും നമ്മൾ ഇറക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് ആ ഒരു പ്രൈസിന് കൊടുക്കാൻ പറ്റൂല. അങ്ങനെ ഇനിയിപ്പില്ലേ ഈ ഒരു സ്റ്റോറേജ് ബോക്സ് ഞാൻ എവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, പുതിയ കിച്ചൺ വന്നു കഴിഞ്ഞാൽ എവിടെയാണ് വെക്കുന്നതെന്ന് കാണിക്കാം കേട്ടോ. അപ്പം പുതിയ കിച്ചണിലേക്കുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ എല്ലാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡെക്കോറേറ്റ് തോന്നിയത് നമുക്കിപ്പം ക്യാൻഡിൽ എത്തിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്ലവേഴ്സ് കാര്യങ്ങൾ എല്ലാം ഇതിലിട്ട് വെക്കുക. അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് എല്ലാം ഇട്ട് വെക്കാനെല്ലാം അടിപൊളിയാണ്. ഇതിൻ്റെ തന്നെ ഒരു വലിയതും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഒരു സ്റ്റാൻഡ് വരുന്ന ടൈപ്പും കൂടി വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ ടേബിളിൻ്റെ വെച്ചതും കൂടി കാണിക്കാം കേട്ടോ. ഇതാ ഞാൻ രണ്ടാമത് വാങ്ങിയെന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. ഞാൻ ആദ്യം നോക്കിയിട്ട് നോക്കിയത്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇഷ്ടമായി. പിന്നെ ആ ഒരു ചെറുതും കൂടി കണ്ടാലും വിചാരിച്ചു ഇത് രണ്ടും കൂടി വാങ്ങാം നമുക്ക്. ഞാൻ പ്രത്യേകിച്ചും പുതിയ കിച്ചണിലേക്ക് വെക്കാനുള്ള ഉദ്ദേശത്തിനാണ് വാങ്ങിയത്. പക്ഷെ നമുക്കിത് ടേബിൾ ടോളും വെക്കാം. അങ്ങനെ ഇൻഷാ അല്ലാ പുതിയ കിച്ചൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയും കാര്യങ്ങളെല്ലാം ചെയ്യാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീ പറയുന്ന പോലെ ആ പൈപ്പ് എത്തിയിട്ടില്ല. പൈപ്പ് എത്താനുള്ള ഞാൻ ഉദ്ദേശിച്ച സെയിം കളർ അവർ ചെയ്തെടുക്കുന്നതുകൊണ്ടില്ല ലേറ്റ് ആവുന്നതാണ്. ഇൻഷാ അല്ലാ എന്തായാലും വീഡിയോ ചെയ്യാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും, ബൈ.